10,000 രൂപയും ഐഫോണുള്ള ബാഗും തട്ടിപ്പറിച്ച് കുരങ്ങൻ മരത്തിൻ്റെ മുകളിലേക്ക് പോയാൽ എന്താ ചെയ്യാല്ലേ? ഇതെങ്ങനെ കുരങ്ങൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിച്ചു എന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ 3-ാമത്തെ ദിവസം കൊടൈക്കനാൽ തന്നെയാണ്. ഇത് ഞങ്ങൾ കൊടൈക്കനാൽ ഡോൾഫിൻ ഹൗസ് കാണാൻ പോയതാ. പക്ഷേ 1.5 കിലോമീറ്ററോളം താഴേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുട്ടികളെയും കൊണ്ട് ഞങ്ങളങ്ങോട്ട് പോയില്ല കേട്ടോ. കാരണം തിരിച്ചു കയറൽ കുറച്ച് ടാസ്ക് ആയിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗ്രീൻ വാലി വ്യൂ പോയിന്റിലേക്കായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ഒരുവിധം കാണുന്ന എല്ലാ ഹിൽ സ്റ്റേഷനും പോലെ തന്നെ 2 സൈഡിലും നിറയെ കടകളുമായിട്ട് ഒരു വഴി അവിടേക്ക് ഉണ്ടാവും. മോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള താഴ്വാരം മുഴുവൻ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തിരിച്ചിറങ്ങി വരാം. പക്ഷെ ഞങ്ങളുടെ കഷ്ടകാലത്തിന് കൊടൈക്കനാൽ ആ ദിവസം എല്ലായിടത്തും കോടയായിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഗ്രീൻ വാലി വ്യൂ പോയിന്റ് ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ മര്യാദയ്ക്ക്. പിന്നെ ആ ദിവസത്തെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പില്ലർ റോക്സ്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ശരിക്കും വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കാണുന്ന ആ പില്ലർ റോക്സ് കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ എന്താ കാര്യം, കാറ് പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ഫുള്ള് കോടയായി. അതുകൊണ്ട് ഇതുപോലൊരു മൂടൽ പോലെ കണ്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ കാഴ്ചയും കണ്ണിറയെ കാണാനും പറ്റിയില്ല, നിങ്ങളെ കാണിച്ചു തരാനും പറ്റിയില്ല. പിന്നെ അടുത്ത പോയിന്റ് ഗുണ കേവ്. ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏതോ ഒരു വ്ളോഗറൊക്കെ കണ്ടിരുന്നു കേട്ടോ. ആള് ഹിന്ദിക്കാരനാണ്. ആള് വരെ മഞ്ഞുമൽ ബോയ്സിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കൊടൈക്കനാൽ വന്നിട്ട് ഏറ്റവും തിരക്ക് തോന്നിയത് ഇവിടെയായിരുന്നു കേട്ടോ. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റാക്കിയൊരു സ്ഥലം. ഇവിടെ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും കേവൊക്കെ ഇപ്പം ഗ്രില്ല് വെച്ചിട്ട് അടച്ചിട്ടിരിക്കുകയാണല്ലോ. പിന്നെ ഈ വേരിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. ഒരു സ്ഥലത്ത് ഗ്രീൻ വാലി വ്യൂ പോയിൻ്റ് ഉള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കൊടൈക്കനാൽ കാഴ്ചകൾ കാണാം, അത്ര തന്നെ. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. ഞങ്ങൾ മുൻപ് കഴിച്ചൊരു ലേസിൻ്റെ പാക്കറ്റ് അഖിലിൻ്റെ പോക്കറ്റിൽ കണ്ടിട്ട് കുരങ്ങൻ അത് വന്ന് എടുത്തിട്ട് പോയി. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഫുഡ് ഉണ്ടെന്ന് സംശയം തോന്നിയിട്ട് ഞങ്ങളുടെ ബാഗ് വന്ന് പിടിച്ച് വലിച്ചു. പിന്നെ അഖിൽ വേഗം തന്നെ ഹാൻഡ് ബാഗ് എടുത്ത് ടീഷർട്ടിൻ്റെ ഉള്ളിലാക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ കുരങ്ങൻ്റെ ശല്യം ഉണ്ടായില്ല. പിന്നെ അവിടെ ഉള്ളൊരു ചേച്ചിയുടെ ഒത്തിരി പൈസയും ഐഫോണൊക്കെ ഉള്ളൊരു ബാഗ് എടുത്തിട്ട് കുരങ്ങൻ മരത്തിൻ്റെ മുകളിൽ പോയിരിക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. ആൾക്കാരൊക്കെ ഒത്തിരി ഒച്ച വയ്ക്കുകയും വേറെ സാധനങ്ങൾ എറിഞ്ഞ് ശ്രദ്ധ തിരിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുരങ്ങൻ തന്നെ ഒത്തിരി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അത് തുറക്കാൻ പറ്റുന്ന സാധനമല്ലാന്ന്. അതുകൊണ്ട് അവസാനം അത് ബാഗ് താഴെ ഇട്ടു. കുരങ്ങൻ ആ ബാഗും കൊണ്ട് കാട്ടിലേക്കൊക്കെ മറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുകയല്ലേ? ഇത് ഗുണ കേവിൽ നമുക്കൊരു ഏർമാടം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ നിന്ന് കയറിയപ്പോൾ എടുത്ത വ്യൂ ആട്ടോ. ഇവിടെയും ഫുൾ മഞ്ഞായതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പൂണ്ടിയിലേക്കാണേ. അപ്പോൾ ആ വീഡിയോ അടുത്ത വട്ടം വിടാം.